ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും. അത് നിങ്ങളുടെ കയ്യിലൊന്നുമില്ലേ സാധനം? അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കും. വിമോചന സമരത്തിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം, പോലീസ് വെടിവെപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം. വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, എന്ന് പറഞ്ഞത് BJP ആണ്, എന്ന് പറഞ്ഞത് UDF ആണ്, എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ്. അത്രയും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. പറയുന്നത് അധികം വിശദീകരിക്കണ്ട. നിങ്ങളത് കാണിക്കും. അതായത് ഇടക്കാലത്ത് ഈ പ്രവർത്തനം മുഴുവൻ നിർത്തിവെച്ച് ഈ പരിപാടി മുഴുവൻ വേണ്ടെന്ന് വെക്കണം. വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്ന് UDFും BJPയും ഓരോരുത്തരും അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാർക്ക് പരിക്കേറ്റ് ആ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള UDFിൻ്റെയും BJPയുടെയും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കും. നിങ്ങൾ അത് പ്രസിദ്ധീകരിക്കുമോ? അത് പ്രസിദ്ധീകരിക്കുമോ? ആ കൊടുക്കും. ഉറപ്പായി കൊടുക്കുമല്ലോ. എന്നാൽ ഉറപ്പായി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഞാൻ മറുപടി പറയാം. പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്കും വിളിക്കുക ചെയ്ത് പിന്നെ ഇതെല്ലാം ലിസ്റ്റിൽ നിന്ന് പറഞ്ഞില്ലേ, പത്രത്തിലും പറഞ്ഞല്ലോ, വാസവൻ തന്നെ പറഞ്ഞല്ലോ. ലിസ്റ്റെല്ലാം കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത്. അവരാണ് തീരുമാനിച്ചത് ആളെ. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത്. എന്താ ഞങ്ങളാരും വരാത്തത്? കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയുള്ള ഒരാളാണല്ലോ ഞാൻ. എന്താ എന്നെ ക്ഷണിക്കാത്തത്? എന്താ എന്നെ സ്റ്റേജ് മേലെ ഇരുത്താത്തത്? എന്താ ചന്ദ്രശേഖരനെ മാത്രം ഇരുത്താൻ കാരണം? അപ്പോൾ അതാ ഇപ്പം ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കേന്ദ്ര ഗവൺമെൻറ്റാണ് അവസാനമായി തീരുമാനിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടി ആയതുകൊണ്ട്. അല്ലാണ്ട് നിങ്ങൾ സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള CPIM ആണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഞാൻ MLA കൂടിയാണ്. എന്നിട്ട് അപ്പോൾ അമ്മാതിരി വർത്തമാനത്തിനൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാലും ഞങ്ങളാണ് ഇത് മുഴുവൻ എന്തെങ്കിലും ചെയ്തോ? ആർക്കാ അറിയാത്തത്? വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് തരേണ്ടുന്ന ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. ഏത് പ്രൊജക്റ്റിൻ്റെ ഈ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടുന്ന വൈബിലിറ്റി ക്യാമ്പ് വൈബിലിറ്റി ഫണ്ട്. ആ ഫണ്ട് കൊടുത്തോ? ആ ഫണ്ട് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് തരണമെങ്കിൽ അത് കടായിട്ടാണ് തരിക, അത് തിരിച്ചു തരണം. മാത്രമല്ല ലാഭവിഹിതവും തരണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ. പിന്നെ അവരെന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യമില്ല, വെറുതെ പറയുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. UDFകാരും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനമൊന്നും ഞങ്ങൾ പിൻവലിച്ചിട്ടൊന്നുമില്ല. ഇത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റായി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇത് ആലോചിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അതിനെ തുരങ്കം വെച്ചത് വേണ്ട, അദാനിക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. പൊതുവിതരണ സംവിധാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ യഥാർത്ഥത്തിൽ കൊച്ചി എയർപോർട്ട് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇത്. അത് അദാനിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാണ് അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും പറഞ്ഞ പോലെ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത്. അതുകൊണ്ടാണ് നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും നാളെ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. ഒന്നുമല്ല, ഒരു ദിവസത്തെ പോലും വൈകൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചില്ല. ഒരു ദിവസം പോലും വൈകാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. UDF ആണ് എല്ലാ പരിപാടിയെയും നടപ്പിലാക്കാൻ പറ്റില്ല, ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ്, കേരളത്തിലെ പ്രതിപക്ഷം. അതിൽ ലോകത്ത് ഒരു പ്രതിപക്ഷം അങ്ങനെയില്ല. ഇവിടുത്തെ പ്രതിപക്ഷം അജണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാം പത്രപ്രവർത്തകരില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു പ്രതിപക്ഷം? ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏത് പ്രതിപക്ഷമാണ് ലോകത്തുള്ളത്? അപ്പോൾ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. കേരളം വികസിച്ചുകൊണ്ടിരിക്കും. കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കും. അങ്ങനെ മാതൃകയായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും PD സതീശനും കോൺഗ്രസ്സുകാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. വേണ്ട, പങ്കെടുക്കട്ടെ. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്നെ മേലെയൊന്നും ഇല്ല, ക്ഷണിച്ചിട്ടില്ല.
അതല്ല ഞാൻ പറഞ്ഞു, ക്ഷണിച്ചിട്ടില്ല. ഞാൻ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ പങ്കെടുക്കാൻ തീരുമാനം. നാളെ എന്തായാലും പങ്കെടുക്കും. എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും. കാരണം ഇത് ഈ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പരിപാടിയാണ്. ആ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ്. ആ പദ്ധതി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. ആ മാറ്റത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉറച്ച നിലപാടില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതിയില്ല. ബി ജെ പിക്കാരനും കോൺഗ്രസ്സുകാരനും പോലീസിനെ പിടിക്കാൻ പോയപ്പോൾ, പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ, അയ്യോ ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി, ഇത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞ പദ്ധതിയില്ല. ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഇല്ല അതിന് എന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിവെച്ചിരുന്നുവെങ്കിൽ അന്ന് പരിപാടിയില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോട് തന്നെ സംസാരിപ്പിച്ച് ഞാൻ പറഞ്ഞു, പത്രക്കാരോട് തന്നെ പറഞ്ഞു, എല്ലാമായിട്ട് ചർച്ച ചെയ്യാം, എന്ത് കാര്യം വേണമെങ്കിലും ചർച്ച ചെയ്യാം, ഒറ്റ കാര്യം മാത്രം ചർച്ചയില്ലാണ്ട് തന്നെ നടപ്പിലാക്കണം. അതെന്താ? ഈ പദ്ധതി നടക്കണം എന്ന്. പദ്ധതി നടക്കണമെന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നടന്നത്, അല്ലാണ്ട് ഉമ്മൻചാണ്ടിൻ്റെയോ അതുപോലെ തന്നെ വി ഡി സതീശൻ്റെ ഷീറ്റിൻ്റെ മേലെ നടന്നതല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോയതാണ്.